ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല പഴുത്ത മാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കടുമാങ്ങൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട്. ഈ കടുമാങ്ങ ഒട്ടും കേടൊന്നും ആവില്ല, ഗൾഫിലെല്ലാം വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം. ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ 1 ടീസ്പൂണ് കടുകും അതുപോലെ 1.5 ടീസ്പൂണ് ഉലുവയും പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി തോലോടെ ചതക്കിയത് അതും കൂടി ഇട്ട് കൊടുക്കണം. ഒരു 4-5 കായ്മുളകും ചെറിയ പീസാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല മണക്കെ ഉണ്ടാവും വെളുത്തുള്ളിൻ്റെയും കടുകിൻ്റെ ഉലുവിൻ്റെ എല്ലാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മുളകിൻ്റെ പച്ചപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്, കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല പഴുത്ത മാങ്ങേനെ നിങ്ങൾ എടുക്കണം ഇതുപോലെ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ആണി വെല്ലമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ കുറേ മുമ്പ് പിന്നെ പഞ്ചസാര ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേനു, ഇതുപോലെ തന്നെ കുക്കർ കടുമാങ്ങനെ. അപ്പോൾ അതിനും കാട്ടി നല്ല ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വെല്ലം ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റുള്ള കടുമാങ്ങയാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 വിസിലാണ് ഞാൻ ഈ ഒരു കുക്കറിൽ അടിച്ചെടുക്കുന്നത്. വേഗം അടിയുന്ന ഒരു കുക്കറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ മതി. ഇനി പ്രഷർ പോയതിന് ശേഷം തുറക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ലൂസ് പോലെ ഉണ്ടാകാൻ ഇത് ചൂട് പോയി കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് വരും. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു കടുമാങ്ങ. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടുമാങ്ങ, നല്ല അൽവ കഷ്ണം പോലെ ഉണ്ടാകും. ഇനി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോറൊക്കെ ചെയ്ത് വെക്കണമെങ്കിൽ ഇതുപോലെ ബോക്സിലെല്ലാം ആക്കി കൊടുക്കാം. പക്ഷേ അത്രയൊന്നും സമയം ഉണ്ടാവില്ല. ആ സ്പോട്ടിൽ തന്നെ ഈ ഒരു കടുമാങ്ങ തീരും. നമ്മൾ ചോറിനാണ് ഉണ്ടാക്കുന്നതെങ്കിലും വെറുതെ തന്നെ ഇതുപോലെ തിന്നാം. അപ്പോൾ ചൂടെല്ലാം പോയതിന് ശേഷം ഇത് നല്ല അൽവ പോലെ ഉണ്ട് നമ്മൾ ഈ ഒരു കടുമാങ്ങ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു.